ഇന്നൊരു മുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ആവാന്ന് വിചാരിച്ചേക്കാണ് കേട്ടാ. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സുനിതേച്ചിനെ വിളിച്ച് വേഗം റെഡി ആയിരുന്നോ, ഞങ്ങൾ ഇതിപ്പോ വരും, ഇന്നൊരു സ്ഥലം വരെ പോണെന്നും പറഞ്ഞ് നേരെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എപ്പ കയറിയാലും പ്രശാന്തേട്ടനും പിള്ളേരും തമ്മിലുള്ള ഒരു കളിയാണിത്. കൈ ഇങ്ങോട്ട് ഇട്ടിട്ട് അച്ഛന്റെ കയ്യിൽ ആരാ പിടിക്കണേന്ന് അച്ഛൻ കണ്ണടച്ച് പറയണം. അപ്പൊ ആ ഒരു കൈ അങ്ങോട്ടും കൊടുത്തു, ഈ ഒരു കൈ എനിക്കും തന്നു. പ്രശാന്തേട്ടൻ ലോക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ പുതുക്കാട് എത്തിയിട്ടുണ്ട്. അതാ പുതുക്കാട് പള്ളിയൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് തുറവി പോയിട്ട് സുനിതേച്ചിനെ പൊക്കണം. എന്നും കിട്ടുന്ന ഗേറ്റടാ, എന്തോ ഭാഗ്യത്തിന് ഇന്ന് കിട്ടിയില്ല കേട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ പുതുക്കാട് തുറവ് സുനിതേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ എന്ന് സുനിതേച്ചിയുടെ അവിടേക്ക് പോയാലും സുനിതേച്ചിയുടെ വക കുറച്ച് ഭക്ഷണം കഴിക്കണം, അത് നിർബന്ധമാണ്. എനിക്ക് വിശക്കണില്ലേ സുനിതേച്ചി, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ സൂപ്പർ അച്ചാർ ഇട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്ക് പറഞ്ഞ് എന്നാ പിന്നെ അത് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച് കുറച്ച് ചോറ് അച്ചാറും ഞാനും കഴിച്ചുട്ടാ. അങ്ങനെ എല്ലാ അച്ചാറിനോടും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷേ അച്ചാർ എന്ന് പറഞ്ഞ എന്റെ മക്കളെ, എന്റെ പങ്കജവല്ലിമ ഉണ്ടാക്കുന്ന കടുമാങ്ങച്ചാറ്, അതുപോലെ തന്നെ ഗീതവല്ലിമ ഉണ്ടാക്കുന്ന ലൂബിക്കച്ചാറ്, സുനിതേച്ചി ഉണ്ടാക്കുന്ന മാങ്ങച്ചാറ്, ഈ മൂന്ന് അച്ചാറിനെ വെട്ടിക്കാൻ ഒരു ബ്രാൻഡും ഇറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാ ഇതിന് കൂടുതൽ ടേസ്റ്റ് എന്ന് വെച്ചാ ഈ മൂന്ന് അച്ചാറിലെ നമ്മളോടുള്ള സ്നേഹം കൂടി ഉണ്ടേ, അതുകൊണ്ടായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ്. അയ്യോ, അച്ചാറിന്റെ കഥയും പറഞ്ഞ് നമ്മൾ കല്യാൺ 99 എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ വീട്ടിലുള്ളത് പോലെ തന്നെ അവിടെയും ഒരു കോട്ടിയാട് ഉണ്ടെന്നേ. എന്നാ പിന്നെ ഇനി നമ്മുടെ ചടങ്ങുകളിലേക്ക് അങ്ങോട്ട് കടക്കാം അല്ലെ. കാണുന്നതെല്ലാം ഇഷ്ടപ്പെടുന്നതെല്ലാം വാരിയെടുത്ത് ഞാനും സുനിതേച്ചും തേരാപാര നടക്കാണ്. ഞാൻ കൂടുതലും സെലക്ട് ചെയ്തത് സ്ലീവ്ലെസ് ആയിട്ടുള്ള കോട്ട് സെറ്റും ടോപ്പുകളൊക്കെയാണ്. പ്യുവർ കോട്ടൺ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പുകളാണ് കേട്ടാ. മുൻപൊക്കെ സ്ലീവ്ലെസ് ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എന്താ പറ്റിയെന്ന് അറിയില്ല, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളോടാണ് കൂടുതൽ താല്പര്യം തോന്നണേ. ജിമ്മിൽ പോയി തുടങ്ങിയപ്പോ എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടിയതാണോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ നമുക്ക് പറ്റുന്ന മാക്സിമം സാധനങ്ങൾ തെരഞ്ഞു പിടിച്ച് നോക്കല് കഴിഞ്ഞ് കുട്ടികളുടെ സെക്ഷനിലേക്ക് വെറുതെ ഒന്ന് നോക്കി പോന്നു. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മാക്സിൽ നിന്ന് കുട്ടികൾക്ക് എടുത്തല്ലോ, അപ്പൊ പിന്നെ ഇവിടെ നിന്ന് എടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ല. ഇനി നമുക്ക് എടുത്ത ഓരോരോ സംഭവങ്ങളായിട്ട് ഇട്ട് നോക്കാം. ഇതിൽ ഏതാ ഭംഗിയെന്ന് നിങ്ങൾ പറയൂ, ഞാൻ ഏതൊക്കെ എടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് ഗസ് ചെയ്ത് പറയൂ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഓരോ ഡ്രസ്സും ട്രയൽ നോക്കി സുനിതേച്ചിക്കും കൂടി ഇഷ്ടപ്പെട്ട 2-3 ഇതിന്ന് ഞാൻ എടുത്തുട്ടാ. ഇനി നമുക്ക് സുനിതേച്ചിക്ക് പറ്റുന്ന കുറച്ച് ഡ്രസ്സ് നോക്കിയാലോ. അങ്ങനെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം സുനിതേച്ചിയുടെ ഡ്രസ്സുകളിലേക്ക് കടന്നുട്ടാ. ഞങ്ങള് ആദ്യം സുനിതേച്ചിയോടൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് നോക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ നേരത്തെ നിർബന്ധിക്കലിന് ശേഷം കുറച്ച് പരതി നോക്കി ഒരെണ്ണം സുനിതേച്ചി സെലക്ട് ചെയ്തു കേട്ടാ. പിന്നെ ചെരുപ്പുകൾക്കൊന്നും വലിയ കളക്ഷൻ ഒന്നും എനിക്ക് തോന്നിയില്ല അവിടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബില്ലൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ പുതുമയുടെ കവറിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്താന്ന് വെച്ചാൽ അവിടെ കവറിന് സെപ്പറേറ്റ് പൈസയാണ്. കവർ അവർ ഫ്രീ ആയിട്ട് തരില്ല. എത്ര വലിയ പൈസക്ക് നമ്മൾ പർച്ചേസ് ചെയ്താലും കവർ അവർ ഫ്രീ ആയിട്ട് തരില്ല.